വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ. തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവന്റേതായിരിക്കട്ടെ. ആമീൻ. ഓർമ്മിക്കുക, വളക്കൂറുള്ള മണ്ണിൽ വളരുന്ന വൃക്ഷത്തിന്റെ വേരുകൾ ആഴത്തിലേക്ക് താഴ്ന്നിറങ്ങുന്നത് പോലെയാണ് ദുഷ്ടതയും പാപവും വേരുപാക്കിയ മനസ്സിന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ ദൈവവചനമാകുന്ന മഴുകൊണ്ട് അതിനെ വെട്ടിമുറിച്ചു കളയണം. സ്നേഹം കൊണ്ട് ഉഴുതുമറിച്ച് ആഴ്ന്നു കിടക്കുന്ന ചെറുതും വലുതുമായ വേരുകളെ പിഴുതുകളയാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ പിശാചിന്റെ തടവറയിൽ നിന്നും ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കാൻ നമുക്ക് കഴിയൂ. തിന്മയുടെ വിത്ത് മുളച്ചു വളരാൻ മനസ്സിനെയും ഹൃദയത്തെയും അനുവദിക്കാതിരിക്കാം. എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാകാൻ, ദൈവഹിതം വിവേചിച്ചറിയുന്നവരാകാൻ നാം ജാഗ്രതയുള്ളവരല്ലെങ്കിൽ സാത്താന്റെ സാമ്രാജ്യം നമ്മിൽ കടന്നുവരും. ഇന്നത്തെ ജീവിതശൈലികൾ പരിശോധിച്ചാൽ എനിക്ക് എന്റെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കണം, അതിൽ സന്തോഷം കണ്ടെത്തണം എന്ന മനോഭാവമാണ്. സത്യസന്ധതയുടെ, ആത്മാർത്ഥതയുടെ, നന്മയുടെ, സ്നേഹത്തിന്റെ ഉറവകൾ വറ്റിത്തുടങ്ങുമ്പോഴാണ് അസത്യത്തിന്റെയും അധാർമികതയുടെയും വഴിയിലേക്ക് ചിന്തകൾ കടന്നു ചെല്ലുന്നത്. ഇത്തരം സന്ദർഭങ്ങളെ വേണ്ടത്ര ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ തികഞ്ഞ നാശത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ചെറിയ ചെറിയ അവിശ്വസ്തതകളാണ് സാവധാനം വലിയ തെറ്റുകളിലേക്കും ക്രമം തെറ്റിയ ജീവിത ശൈലികളിലേക്കും മനുഷ്യനെ നയിക്കുന്നത്. ചെറിയ ക്രമക്കേടുകൾ പോലും ദൈവത്തിന് ചേർന്നതല്ല. ദൈവം ഒരുക്കിയ ക്രമം തെറ്റിക്കുകയാണ് സാത്താന്റെ ജോലി. പ്രപഞ്ചത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ താളക്രമങ്ങളെ സന്തുലിതമായി കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് ദൈവത്തോട് നമുക്കും ചേർന്ന് നിൽക്കാം. പിശാചിന്റെ കെണികളെ തിരിച്ചറിഞ്ഞ് പ്രലോഭനങ്ങളെ അതിജീവിക്കാം. നമ്മെ അടിമപ്പെടുത്തുന്ന പൈശാചിക പ്രവണതകളെ ചെറുത്തു തോൽപ്പിക്കാം. സമചിത്തരായി ഉണർന്നിരിക്കുവിൻ. എന്തെന്നാൽ ശത്രുവായ സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് സിംഹത്തെ പോലെ അലറിക്കൊണ്ട് ചുറ്റി നടക്കുന്നു. ആകയാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താനെ ചെറുത്തു തോൽപ്പിക്കുവാൻ തക്ക വിശ്വാസവും ആത്മധൈര്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.